ഈ ലീലാമഹത്വങ്ങൾ വർണ്ണിക്കാൻ, പൂർണ്ണമായി വർണ്ണിക്കാൻ അതിന്റെ അതേ രീതിയിൽ എങ്കിലും പരിശുദ്ധ ഭക്തന്മാര് ഭഗവാന്റെ ഗുണനാമ ലീലകൾ, ഭഗവാന്റെ മഹത്വം വർണ്ണിക്കാൻ ശ്രമിക്കണം എന്നാണ് അല്ലെ? ഗീത കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അല്ലെ? കഥയന്തശ മാനിത്യം ദുഷ്യന്തിചാരം വന്ദിച്ച മച്ചിത്ത മദ്ഗത പ്രാണ ബോധേന്ദ പരസ്പരം കഥയന്തശ മാനിത്യം കഥയന്തശ മാനിത്യം ദുഷ്യന്തിചാരം വന്ദിച്ച. ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാര് ഭഗവാൻ ലീലകളും നാമങ്ങളും മഹിമാനങ്ങളും വാഴ്ത്തിപ്പാടുകയും അദ്ദേഹത്തിന്റെ എന്താ പറയാ ഭാഗവത കഥകള് പാടി നടക്കുകയും ചെയ്യുന്നു എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അവർ സ്വയം ആനന്ദിക്കും അതിൽ. ആ ഒരു ഭഗവാന്റെ അതീന്ദ്രിയമായ ലീലയുടെ ഒരു കണിക കിട്ടിയാൽ പോലും നമുക്കത് പരമാനന്ദം പ്രദാനം ചെയ്യുന്നതും സകല ഭൗതിക കൽമഷങ്ങളിൽ നിന്നും മുക്തി നൽകുന്നതായിട്ടുള്ള ഒരു വസ്തുതയാണ് ഭഗവാന്റെ ഗുണനാമ ലീലാ വർണ്ണനം. അത് കേൾക്കുക, ശ്രവണം അല്ലെ? ഹൃദയന്തോസ്തോ അഭദ്രാണി. നമ്മുടെ എല്ലാ അഭദ്രങ്ങളും അമംഗളങ്ങളും മാറ്റി ഗ്രന്ഥികൾ അതായത് ഹൃദയത്തിൽ കിടന്ന് കെട്ടിപ്പണഞ്ഞെടുക്കുന്ന മനസ്സിന്റെ ഹൃദയത്തിന്റെ കെട്ടുകൾ അതെല്ലാം പൊട്ടിച്ച് നമ്മുടെ ഭഗവാന്റെ ശുദ്ധഭക്തിയിൽ നമ്മളെ നയിച്ച് നമുക്ക് ഈ ഒരു ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള മാർഗം ഒരുക്കുന്നത് ഈ ഭഗവത് ലീലകളും ഭഗവാന്റെ ഗുണനാമ ലീലാ വർണ്ണനങ്ങളും ശ്രവണമാണ്. അത് മാത്രമേ നമുക്ക് മുതൽക്കൂട്ടായിട്ട് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്. അപ്പൊ ഭഗവാന്റെ ഗുണനാമ ലീലകള് അത്രയധികം മഹത്തരങ്ങളാണ്. കോനാവാഞ്ച പൂരാലാഗി വർജേന്ദ്ര കുമാര അവതാര ഹൈദേ മാനെ കൈലാ വിചാര. കോണവാഞ്ച പൂർണ്ണാലാഗി വ്രജേന്ദ്ര കുമാര അവതാര ഹൈദേ മാനെ കൈലാ വിചാര. വർത്തനം. തന്റെ ഉൾക്കാമ്പിലുണ്ടായിരുന്ന ഒരാഗ്രഹം സബലീകരിക്കാനായി വ്രജേന്ദ്രകുമാരനായ കൃഷ്ണ ഭഗവാൻ വേണ്ടത്ര ആലോചിച്ച ശേഷം ഭൂമിയിൽ അവതരിക്കാൻ നിശ്ചയിച്ചു. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ഭൂമിയിൽ കലിയുഗത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ബാഹ്യമായ കാരണങ്ങളും ആന്തരിക കാരണങ്ങൾക്ക് ഒരുപാടുണ്ട്. അതുപോലെ വളരെയധികം ഡീപ്പായിട്ട് നമ്മൾ നോക്കേണ്ട വിഷയങ്ങളാണ്. അതിൽ പൊതുവായിട്ടുള്ള നമ്മളെപ്പോഴും പറയുന്നത് ഹരിയുടെ തിരുനാമം പ്രചരിപ്പിക്കുക, പിന്നെ ധർമ്മം രക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ? ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ അല്ലെ? അതായത് യഥാ ധർമ്മസ്യ അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം അല്ലെ? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ യുഗങ്ങൾ തോറും ധർമ്മോദ്ധാരണത്തിനും ധർമ്മത്തിന് ഉയർത്താനും അധർമ്മികളെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറയും പോലെ ഭഗവാൻ ഇവിടെ അവതരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടായി. പക്ഷേ ഭഗവാൻ മറ്റു അവതാരങ്ങൾ ഉണ്ടായതുപോലെ കയ്യിൽ ആയുധങ്ങളോ ഒന്നും ആയിട്ടല്ല വന്നത്. രണ്ട് കൈയും ഉയർത്തി ഹരി 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 എന്ന് സദാസമയം ജപിച്ചുകൊണ്ട് ഹരിനാമം വിതരണം ചെയ്തുകൊണ്ട്, ഹരേകൃഷ്ണ മഹാമന്ത്രം വിതരണം ചെയ്തുകൊണ്ട് എല്ലാ പാവികളെയും ഉദ്ധരിക്കാനായിട്ട് അദ്ദേഹം തിരുവോധാനം കൈക്കൊണ്ടു എന്നാണ് പറയുന്നത് അല്ലെ? ഇവിടെ അദ്ദേഹം പാപികളല്ല വെറുതെ, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? പാപികളല്ല, അയാൾ ചെയ്യുന്ന പാപത്തെയാണ് വെറുക്കേണ്ടത് എന്ന് പറയും പോലെ ആ പാപികളെല്ലാം ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് പാപമോചനം നൽകിക്കൊണ്ട് അവരെ ധർമ്മത്തിന്റെ വഴി നയിച്ച് അവസാനം മോക്ഷം എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഭഗവാന്റെ അത്തേക്കുള്ള മുക്തിയിലേക്ക് നയിച്ച് അതിനു വേണ്ടിയിട്ടുണ്ടായ അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു, ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം ഇവിടെ പറയുന്നത് അദ്ദേഹം ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ചില ഇന്റേണൽ ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് പിന്നീട് വരാം നമുക്ക് അതിലേക്ക്. അദ്ദേഹം ബാഹ്യമായ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ധർമ്മ സംസ്ഥാപനത്തിനായിട്ടും ഹരിനാമ സങ്കീർത്തന പ്രസ്ഥാനം ആരംഭിച്ചു വെക്കാനായിട്ട് അദ്ദേഹം കലിയുഗത്തിൽ ഏതാണ്ട് 500-ൽ പരം വർഷങ്ങൾക്ക് മുമ്പായിട്ട് നവദ്വീപില് നവദ്വീപ് മായാപൂരില് അദ്ദേഹം യോഗപീഠ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം തിരുവാതിര കൈക്കൊണ്ടു അല്ലെ? ആകെ അവതാരില ये गुरु परिवार संक्षेपे कहिए कहा नया विस्तारा. आगे अवतारिला ये गुरु परिवार संक्षेपे कहिए कहा नया विस्तारा. ആകെ ആദ്യം അവതാരില അവതരിക്കാൻ അനുവദിച്ചു അവയെല്ലാം ഗുരുപരിവാരങ്ങൾ സംക്ഷേപേ ചുരുക്കത്തിൽ കഹിയെ വിവരിക്കാം കഹ വിവരിക്കാൻ അല്ല യായ സാധ്യം വിസ്താര വിസ്തരിച്ച് വിവർത്തനം സുപ്രഭാത്
എന്നിട്ട് കുടുംബത്തിലെ മുതിർന്നവരെ ആദ്യം ഭൂമിയിലേക്ക് അവതരിക്കാൻ ഉള്ള ഏർപ്പാടുകൾ കൃഷ്ണൻ ചെയ്തു. അവരെയൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കാൻ എനിക്ക് കഴിവില്ലാത്തതിനാൽ ചുരുക്കി പറയാം. കാരണം ഭഗവാൻ എപ്പോഴും അവതരിക്കുമ്പോ ഭഗവാൻ ഒരു ലീലകളാടാൻ അല്ലേ, ഒരു ഡ്രാമ അവതരിപ്പിക്കും പോലെയാണ്. ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിക്കുന്ന സമയത്ത് തന്റെ അന്തരംഗ ഭക്തന്മാര് അല്ലെ, നമ്മള് ക്ലോസ് അസോസിയേറ്റ്സ് എന്ന് പറയും, അന്തരംഗ ഭക്തന്മാര്, അത് ഭഗവാന്റെ വളരെ വിശ്വസ്തരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, നിത്യമുക്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളെ പോലെ നിത്യബദ്ധരല്ല, നിത്യമുക്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ, അങ്ങനെയുള്ള ആത്മാക്കളെ കൂടെ കൊണ്ടുവരാറുണ്ട്. അവരെയാണ് ഭഗവാന്റെ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കളായിട്ടും വേണ്ടപ്പെട്ട ശത്രുക്കളായിട്ടും ഒക്കെ ഭഗവാൻ കൊണ്ടുവരുന്ന അവരെയാണ്. ഒരു നാടക ട്രൂപ്പിൽ എങ്ങനെയാണ് അവരുടെ പ്രോപ്പർട്ടീസും അതുപോലെ അംഗങ്ങളെയും അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഥാപാത്രങ്ങളെ എന്താ പറയാ കലാകാരന്മാരെയും ഒക്കെ കൊണ്ടുവരുന്ന പോലെ ഭഗവാനും ഇങ്ങനെ സ്വന്തം, അപ്പോ ഏത് നാടകത്തിലായാലും നല്ലതായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരല്ലേ, വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ മാത്രമേ കൂട്ടുള്ളൂ നാടകത്തിൽ അല്ലേ, അല്ലെങ്കിൽ നാടകം പൊളി എന്ന് പറയും പോലെ ഭഗവാൻ അത്രയും സെലക്ട് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഭഗവാൻ സ്വന്തം നാടക ടീമിൽ കൊണ്ടുവരാറുള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന ആരൊക്കെയാണെന്ന് എല്ലാരെയും കൊണ്ടുവന്നു. അദ്ദേഹം വരുമ്പോ എല്ലാം ഒരു ഭഗവാൻ അവതരിക്കുമ്പോൾ പെർഫെക്റ്റ് ആണ് അവതരിക്കുക എപ്പോഴും അല്ലെ. അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്നാണ് അതിന്റെ മീനിങ്, അതിന്റെ അർത്ഥം അവതരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഭഗവാൻ അവിടുന്ന് ഇറങ്ങി വരുമ്പോ വളരെ വളരെ എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഭഗവാൻ അവതാരങ്ങൾ കൈക്കൊള്ളുന്നത്. ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് എന്താ പറയാ അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, അങ്ങനെ വളരെ സുഹൃത്തുക്കള്, ഏറ്റവും വേണ്ടപ്പെട്ട എന്താ പറയാ ഏറ്റവും വേണ്ടപ്പെട്ട ശത്രുക്കള്, ഇവരെല്ലാരെയും ഭഗവാൻ തന്നെ ഇപ്പൊ പ്രായം അനുസരിച്ച് ആദ്യം വരേണ്ടവർ ആദ്യം അല്ലെ, ഗുരുക്കന്മാര് അല്ലെങ്കിൽ മാതാപിതാക്കള് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ ആയിട്ട് വരാം, ആൾക്കാരെ ആദ്യം നാടകത്തിൽ ആദ്യം അദ്ദേഹം പറഞ്ഞു വിടും അല്ലെ, പിന്നീട് അദ്ദേഹം അവതരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വന്നതിന് ശേഷം അച്ഛനമ്മ വന്നാൽ പോരല്ലോ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ, അമ്മ, ഭ്രാതാവ്, മൂത്ത സഹോദരൻ, മൂത്ത സഹോദരി, മുത്തശ്ശൻ, അങ്ങനെ ആൾക്കാരൊക്കെ ആദ്യമേ അദ്ദേഹം പറഞ്ഞേ. അതിൽ അദ്ദേഹം ഗുരുക്കളെയും പരിവാരങ്ങളും ഫാമിലി മെമ്പേഴ്സിനെ ആദ്യമേ പറഞ്ഞു വെച്ചു, മുതിർന്നവരെയൊക്കെ. പിന്നെ വേണ്ടുന്നവരെ ഇളയ ആൾക്കാരെ വീണ്ടും രണ്ടാമത് അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം വരും. അങ്ങനെയാണ് ഭഗവാൻ ഏത് അവതാരം എടുത്താലും വളരെ പൂർണ്ണതമായിട്ട് ചെയ്യുള്ളൂ. ഒരു ഭഗവാൻ ഒരു മത്സ്യമായിട്ട് അവതരിച്ചാൽ പൂർണ്ണമായ ഒരു മത്സ്യത്തിന്റെ സ്വഭാവത്തിൽ അദ്ദേഹം അവതരിക്കും. ഒരു കാട്ട് വന്നിട്ട് അതിന്റെ പൂർണ്ണമായ രൂപത്തില്, ഒരു എന്താ പറയാ സിംഹമാണെങ്കിൽ അങ്ങനെ. ഭഗവാൻ എന്ത് അവതരിച്ചാലും ആ അവതാരം പെർഫെക്റ്റ് ആയിരിക്കും. ദ കംപ്ലീറ്റ് ആക്ടറാണ് ഭഗവാൻ എന്ന്. ഭഗവാനാണ് ശരിക്കും കംപ്ലീറ്റ് ആക്ടർ. ഏത് ആക്ടിങ് എടുത്താലും ഭഗവാൻ 100%, 100ൽ മേളിൽ നിൽക്കും ഭഗവാന്റെ അഭിനയം. എന്തിനാണ് അദ്ദേഹം അവതാരം കൈക്കൊള്ളുന്നത്, നാടകം അവതരിപ്പിക്കുന്നത്? പതിതാത്മാക്കളെ ഉദ്ധരിച്ച് ധർമ്മം നിലനിർത്തി സാത്വികരായിട്ടുള്ള ആൾക്കാരെ തിരിച്ച് സേവനങ്ങൾ ഏർപ്പെടുത്തി തിരിച്ച് സ്വന്തം ധാമത്തിലേക്ക് കൊണ്ടുപോകുക. ഈ ജനനമരണ ചക്രമല്ലേ, പുനരപി മരണം, പുനരപി ജനനം, പുനരപി ജനനി, ജഡരേ ശയനം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ പോലെ ഈ ചക്രത്തിൽ കിടന്ന് കറങ്ങുന്നവരെ കണ്ട് കാരുണ്യം തോന്നി അദ്ദേഹം പല അവതാരമുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് അവതാര ഭഗവാൻ എടുക്കാറ്. ഈ കലിയുഗത്തിലും ഭഗവാൻ മനസ്സിലായി അങ്ങനെ വലിയ ആയുധങ്ങളായിട്ടും നരസിംഹരായിട്ടോ അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് തന്നെ വന്നോ, ഗീത ഉപദേശിച്ചിട്ടോ, അല്ലെങ്കിൽ നരസിംഹമായിട്ട് വന്നിട്ടോ, അല്ലെങ്കിൽ ഭാർഗവരാമനായിട്ട് വന്ന് ഈ ക്ഷത്രിയന്മാരെ ഇന്നത്തെ പൊളിറ്റീഷ്യൻസ് ഇവരെയൊക്കെ അന്ന് ഒരുമിച്ച് കൊന്നിട്ട് ഒന്നും നടക്കാത്ത കാര്യങ്ങളാണ് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, അദ്ദേഹം ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ധർമ്മം അദ്ദേഹം സ്വീകരിച്ചു, ഒരു വഴി സ്വീകരിച്ചു. അങ്ങനെ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്ന് സകല ശാസ്ത്രങ്ങളുടെയും വേദങ്ങളുടെയും സാരമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്ന മഹത്തരമായ ഗോലോകര പ്രേമധന ഹരിനാമ സങ്കീർത്തനം അല്ലെ, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെ ഹരേ കൃഷ്ണ കീർത്തനം അല്ലെ നാമസങ്കീർത്തനം ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ അല്ലെ. ഇത് മെയ്ഡ് ഇൻ ഗോലോകയാണ്, മെയ്ഡ് ഇൻ മെറ്റീരിയൽ വേൾഡ് അല്ല, ഭൗതിക ലോകത്തുള്ളതല്ല. ഗോലോകത്തുനിന്ന് ഭഗവാന്റെ സ്വധാമത്തിൽ നിന്ന് ഭഗവാൻ കൊണ്ടുവന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ഈ ഹരിനാമം. അപ്പൊ ആ ഗിഫ്റ്റ് അല്ലെ, നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുമ്പോ, സമ്മാനം കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആരുടെയും കൊടുത്തേക്കാറില്ല അല്ലെ. നമ്മൾ തന്നെ ഭദ്രമായിട്ട് എങ്ങനെ കൊണ്ട് ഏൽപ്പിക്കും, അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് എങ്ങനെയാണ് പല മെഷീൻസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അതെങ്ങനെ ഉപയോഗിക്കുന്നത് നേരിട്ട് പറഞ്ഞു കൊടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പോവാറ് അല്ലെ. നമ്മൾ വേറെ ആരെങ്കിലും കൈ കൊടുത്താൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ ആ ധനം, ആ ഒരു ഗിഫ്റ്റ് നേരിട്ട് കൊണ്ടുവന്ന് അതിന്റെ ഡെമോൺസ്ട്രേഷൻ സ്വയം കാണിച്ചു തന്നു. ഒരു ഭക്തൻ രൂപത്തിൽ വന്നിട്ട് എങ്ങനെയാണ് കൃഷ്ണാവബോധം ജീവിക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. 48 വർഷം മാത്രമേ അദ്ദേഹം ഭൗതിലോകത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിലും പകുതി കൂടുതൽ അദ്ദേഹം ജീവിച്ചത് ജഗന്നാഥ്പുരി, ഒറീസയിലെ ജഗന്നാഥ്പുരിയിലാണ്. അടുത്ത ശ്ലോകം നോക്കാം. 2 ശ്ലോകങ്ങളാണ്.
ശചി ജഗന്നാഥ ശ്രീമാധവപുരി കേശവ ഭാരതി ആര ശ്രീ ഈശ്വരപുരി അദ്വൈത ആചാര്യ ആര പണ്ഡിത ശ്രീവാസ ആചാര്യ രത്ന വിദ്യാനിധി ഠാകുര ഹരിദാസ ശ്രീ ശചി ജഗന്നാഥ ശ്രീ മാധവപുരി കേശവ ഭാരതി ആര ശ്രീ ഈശ്വരപുരി അദ്വൈത ആചാര്യ ആര പണ്ഡിത ശ്രീവാസ ആചാര്യ രത്ന വിദ്യാനിധി ഠാകുര ഹരിദാസ. ശ്രീ ശചി ജഗന്നാഥ, ശചിദേവിയും ജഗന്നാഥ മിശ്രയും, ശ്രീ മാധവപുരി, ശ്രീ മാധവേന്ദ്രപുരി, കേശവ് ഭാരതി, കേശവ് ഭാരതി, ആര ശ്രീ ഈശ്വരപുരി, ആര ശ്രീ ഈശ്വരപുരി, ഈശ്വരപുരി, അദ്വൈതാചാര്യ, അദ്വൈതാചാര്യൻ, ആര പണ്ഡിത ശ്രീവാസ, ശ്രീവാസ് പണ്ഡിത, ആചാര്യരത്ന, ആചാര്യരത്നൻ, വിദ്യാനിധി, വിദ്യാനിധി, ഠാക്കൂർ ഹരിദാസ, ഹരിദാസ് ഠാക്കൂർ. വിവർത്തനം ശ്രീ പ്രഭുപാദ് ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി പ്രത്യക്ഷനാവുന്നതിന് മുമ്പ് ശചിദേവി, ജഗന്നാഥ മിശ്ര, മാധവേന്ദ്രപുരി, കേശവ ഭാരതി, ഈശ്വരപുരി, അദ്വൈതാചാര്യൻ, ശ്രീവാസ് പണ്ഡിതൻ, ആചാര്യരത്ന, വിദ്യാനിധി, ഹരിദാസ് ഠാക്കൂർ എന്നീ ഭക്തന്മാരോട് ഭൂമിയിലേക്ക് പോകാൻ അഭ്യർത്ഥിച്ചു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്ത്, അല്ലെ, ഈ ആധ്യാത്മിക ലോകത്ത് പലതരത്തിലുള്ള വൈകുണ്ഠ ലോകങ്ങളുണ്ട്. ഭഗവാന്റെ ഓരോ അവതാരങ്ങളും അപ്പോഴെടുക്കുന്ന ഈ അവതാരങ്ങൾക്കെല്ലാം ശാശ്വതമായ ഒരു ധാമം, ഓരോ ഗ്രഹങ്ങൾ ഈ വൈകുണ്ഠ ലോകങ്ങളിൽ പല ലോകങ്ങളിലുണ്ട്. അയോധ്യ ഉണ്ട്, നരസിംഹലോകമുണ്ട്. അങ്ങനെ ഭഗവാന്റെ എല്ലാ ധാമങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഭഗവാൻ അവിടെ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് മാത്രമാണ്. അപ്പൊ അതുപോലെ തന്നെ ശ്വേതദ്വീപം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഗോലോകത്തെ നമുക്ക് കണ്ടിട്ടുണ്ടാവും, ഗോലോക ചാർട്ട് കണ്ടിട്ടുണ്ട് അല്ലെ. ഗോലോക ഒരു അഷ്ടതല പത്മം പോലെയും അതിന്റെ പല ദളങ്ങളെ പല ധാമങ്ങളുമായിട്ടൊക്കെ അത് വേറെ പ്രത്യേകിച്ച് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ഗോലോക ചാർട്ട്. ഗോലോക അല്ലെങ്കിൽ ഗോലോക മണ്ഡലം അല്ലെങ്കിൽ ഗോലോക പത്മം അല്ലെ, ആ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് വളരെ അധികം വിസ്തരിക്കേണ്ട അത് മണിക്കൂറിലെടുത്ത് വിസ്തരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഈ അതിൽ ശ്വേതദ്വീപം എന്ന സ്ഥലത്ത് ഈ നവദ്വീപ് എന്ന് പറയുന്ന സ്ഥലം ധാമം ശാശ്വതമായിട്ടുണ്ട്. അല്ലാതെ ചൈതന്യ മഹാപ്രഭു ആ സമയത്ത് അവതരിച്ചല്ല, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ല. അത് ആ ധാമം ശാശ്വതമായിട്ട് വൈകുണ്ഠത്തിലുണ്ട്. എന്താ പറയാ, അയോധ്യ എന്നൊക്കെ ഉള്ളതുപോലെ അതുപോലൊരു ധാമം ശ്വേതദ്വീപത്തിലുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഭഗവാൻ, നിങ്ങൾ ഭൂമിയിലേക്ക് ഇന്ന സ്ഥലത്തേക്ക് പൊക്കോ, അവിടെ നിങ്ങളുടെ ആവശ്യമുണ്ട്. കാരണം ഇവരൊക്കെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഭഗവാനേക്കാളും മുതിർന്ന ആൾക്കാരാണ്. അച്ഛൻ, അമ്മ, ഗുരു, അങ്ങനെയൊക്കെ ആയിട്ട് വരേണ്ട ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ അവരോട് നേരത്തെ തന്നെ ഭഗവാൻ അവതരിക്കാൻ ആവശ്യപ്പെട്ടു. ഉപേന്ദ്ര മിശ്രൻ പർജനൻ എന്ന ഗോപാലനായിരുന്നുവെന്ന് വിവർത്തനം. ശ്രീഹട്ട് അടുത്ത ശ്ലോകം 56. ശ്രീഹട്ട നിവാസി ശ്രീ ഉപേന്ദ്ര മിശ്ര നാമ വൈഷ്ണവ പണ്ഡിത ധനി സദ്ഗുണ പ്രധാനം. ശ്രീഹട്ട നിവാസി ശ്രീ ഉപേന്ദ്ര മിശ്ര നാമ വൈഷ്ണവ പണ്ഡിത ധനി സദ്ഗുണ പ്രധാനം. വിവർത്തനം. ശ്രീഹട്ട ജില്ലാ നിവാസിയായ ഉപേന്ദ്ര മിശ്രനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മഹാഭക്തനും പണ്ഡിതനും ധനികനും എല്ലാ സദ്ഗുണങ്ങളുടെയും സംഭരണിയുമായിരുന്നു. ഭവാർത്ഥം. ഉപേന്ദ്ര മിശ്രൻ പർജനൻ എന്ന ഗോപാലനായിരുന്നുവെന്ന് ഗൗരഗണദശ ദീപികയിൽ പറഞ്ഞിരിക്കുന്നു. മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാമഹനായിരുന്ന അതേ വ്യക്തി ഉപേന്ദ്ര മിശ്രനായി ശ്രീഹട്ടയിൽ ആവിർഭവിച്ചു. 7 പുത്രന്മാർക്ക് ജന്മം നൽകിയ ശേഷം അദ്ദേഹം ശ്രീഹട്ട ജില്ലയിലെ ധാക്ക ദക്ഷിണ ഗ്രാമത്തിലാണ് വസിച്ചിരുന്നത്. ആ ഭാഗത്ത് വസിക്കുന്ന ധാരാളം ആളുകൾ തങ്ങൾ ചൈതന്യ മഹാപ്രഭുവിന്റെ മിശ്ര കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് എപ്പോഴും സ്വയം പരിചയപ്പെടുത്താറുണ്ട്. അതായത് ശ്രീഹട്ട എന്നാണ് ചൈതന്യ ഈ പുസ്തകത്തിൽ പറയുന്നത്, അതായത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. ഈ ശ്രീഹട്ട ഇന്നത്തെ ഷിൽഹട്ട് എന്ന് പറഞ്ഞ ജില്ല, ഷിൽഹട്ട് ജില്ലയാണ് ഇന്നത്തെ ഈ പറയുന്ന ശ്രീഹട്ട. കാലക്രമത്തിൽ നമുക്ക് പല സ്ഥലങ്ങളുടെ പേര് മാറാറുണ്ടല്ലോ, പേരുകളും പല വാക്കുകളും പേര് മാറാറുണ്ട് ഉപയോഗത്തിൽ. അങ്ങനെ ശ്രീഹട്ട എന്ന് പറഞ്ഞ ഷിൽഹട്ടാണ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. മാപ്പ് നോക്കിയാൽ പറ്റും. ഷിൽഹട്ട് എന്ന് പറഞ്ഞ ജില്ല, ആ ജില്ലയിൽ ഷിൽഹട്ട് ജില്ലയിൽ ജനിച്ച വസിച്ചെന്നാണ് ഈ ഉപേന്ദ്ര മിശ്ര. ഉപേന്ദ്ര മിശ്ര എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ മുത്തശ്ശനായിട്ട് വരുന്ന ആളാണ് ഈ ചൈതന്യ ലീലയില്. ഉപേന്ദ്ര മിശ്രൻ പർജന്യൻ എന്നൊരു ഗോപാലനെ പറ്റി ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണലീലയിലൊക്കെ. അപ്പൊ ആ പർജന്യൻ എന്ന ഗോപാലനാണ് ഈ ഗൗരഗണദശ ദീപ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ പറ്റി വിസ്തരിക്കുന്ന, അല്ലെങ്കിൽ ലീലയിൽ ആരൊക്കെയാണ്, ഏതൊക്കെ കഥാപാത്രങ്ങൾ കൃഷ്ണലീലയിൽ ഉണ്ടായിരുന്നവരാണ്, ഏതൊക്കെ രൂപത്തിൽ അവര് നമ്മുടെ
ചൈതന്യലീലയിൽ അവതരിച്ചു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് പറയുന്ന പുസ്തകമാണ്. ശിവാനന്ദ സേന എന്ന് പറയുന്ന ഒരു ഭഗവാന്റെ അന്തരംഗ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനാണ് കവി കർണപുര. കവി കർണപുര എഴുതിയ പുസ്തകമാണ് ഗൗര ഗണോദ്ദേശ ദീപിക. അതിലാണ് ഈ ഡീറ്റെയിൽസ് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ അവതാര രൂപത്തിലായിരുന്നു കൃഷ്ണ ലീലയിൽ, അവരൊക്കെ എന്ത് പേരിലാണ് അടുത്ത ചൈതന്യ ലീല അവതരിച്ചു എന്ന് ഒരു വിസ്തരിക്കുന്നുണ്ട് ആ പുസ്തകത്തില്. അതാണ് ആ ബുക്കിന്റെ റെഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഉപേന്ദ്ര മിശ്രൻ എന്ന് പറയുന്ന ആള് ജഗന്നാഥ മിശ്രയുടെ പിതാവായിരുന്നു. ഈ ജഗന്നാഥ മിശ്ര ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ ചൈതന്യമാപ്രന്റെ അച്ഛനാണ്, പിതാവാണ്. ശചി മാതാവ് അമ്മയും. ഈ ചൈതന്യ ചരിതാമൃതത്തിൽ പറഞ്ഞ കാലം കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ച് അല്ലെങ്കിൽ കുറച്ച് ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ. സാധാരണ വ്യക്തികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകാനോ ഉൾക്കൊള്ളാനോ സാധ്യം അല്ല. കുറച്ച് നാമം ജപിച്ച് സർവീസൊക്കെ ചെയ്ത് സമ്പ്രദായത്തിൽ നിന്ന് നമ്മുടെ അതോറിറ്റീസിന്റെ കീഴിൽ സേവനം അനുഷ്ഠിച്ച് ശ്രീമദ് ഭാഗവതം ഗീതയൊക്കെ പഠിച്ച് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ചൈതന്യ ചരിതാമൃതം ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധ്യത. ഇത് കുറച്ച് ഹയർ PhD ലെവലാണത്. അങ്ങനെ ഉള്ളൊരു ആൾക്കാർക്ക് മാത്രമേ ഇത് കുറച്ച് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കൂ. കാരണം വളരെ അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഇതിൽ അവതാരങ്ങൾ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തി തന്നെ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ വ്യക്തികളുടെ അംശങ്ങൾ ചേർന്ന് ആവേശിച്ച് അവതരിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇതിൽ തന്നെ ഇപ്പം ജഗന്നാഥ മിശ്ര ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, കൃഷ്ണന്റെ പിതാവായിരുന്ന വസുദേവരും നന്ദഗോപരും ഒരുമിച്ചുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ശചി മാതാവ് എന്ന് പറയുന്നത് യശോദാമയും ദേവകി മാതാവും രണ്ടുപേരുടെയും ശക്തി സമന്വയിച്ചിട്ടാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ അപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഫിലോസഫി തന്നെ അറിയാലോ, അചിന്ത്യ ഭേദാഭേദത്വം അല്ലെ. ഒരേ സമയത്ത് ഒന്നും അതേ സമയത്ത് തന്നെ ഒന്നല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം ഫിലോസഫിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ തത്വം അതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു വരും. ചിലർക്ക് മനസ്സിലാവാത്തവർക്ക് കുറച്ച് കൂടുതൽ നാമം ജപിച്ച് സേവനം അനുഷ്ഠിച്ച കുറച്ച് ഭഗവാന്റെ ഗൗരംഗന്റെ സ്വയം സ്ഫുരിതനാണ് ഭഗവാൻ. മഹാപ്രഭുവിന്റെ ലീലകൾ മനസ്സിലാണെങ്കിൽ വളരെയധികം മഹാപ്രഭുവിന്റെ കൃപ തന്നെ വേണം, അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. എത്ര പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണത്. നാമം ജപിച്ച് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ഇരിക്കുന്നവർക്ക് മാത്രമേ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി തന്നെ ചിലപ്പോൾ രണ്ടോ അതിലധികമോ വ്യക്തികളുടെ അംശമായിട്ട് അവതരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ തന്നെ ജഗന്നാഥ മിശ്രയ്ക്ക് രണ്ടുപേരുടെ ഇത് പറയുന്നുണ്ട്. അതുപോലെ ശചി മാതാവ് മഹാപ്രഭുവിന്റെ അമ്മയായിട്ട് അവതരിച്ച ശചി മാതാവും അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ ചുരുക്കി പറഞ്ഞാൽ ഭഗവാന്റെ അച്ഛനും അമ്മയായിട്ട് ദ്വാപരയുഗത്തിൽ വന്നിരുന്ന ആൾക്കാർ തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവും പിതാവായിട്ട് വന്നത്. അപ്പൊ ഈ പിതാവായിട്ടുള്ള ജഗന്നാഥ മിശ്രയുടെ പിതാവ്, അതായത് ഇദ്ദേഹത്തിന്റെ മുത്തശ്ശനായിട്ടുള്ള ഉപേന്ദ്ര മിശ്രൻ, എന്താ പറയുന്നത്, ഉപേന്ദ്ര മിശ്രൻ എന്ന് പറയുന്നത് പ്രജനനിൽ നിന്നുള്ള ഒരു ഗോപനായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന ശിൽഹട്ട് ജില്ല, ഇന്നത്തെ ശിൽഹട്ട്, അന്നത്തെ ശ്രീഹട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇന്നും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട പല ആൾക്കാരും ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ധാക്ക ഇന്നത്തെ ബംഗ്ലാദേശിലാണ് ഇത് പറയപ്പെടുന്ന സ്ഥലം. സപ്തമിശ്ര താണ്ഡ്രപുത്ര സപ്താരിശീശ്വര കൺസാരി പരമാനന്ദ പത്മനാഭ സർവേശ്വര ജഗന്നാഥ ജനാർദ്ദന ത്രൈലോക്യനാഥ നദിയാതെ ഗംഗാവാസ കൈലാസ ജഗന്നാഥം. അതായത് ഉപേന്ദ്ര മിശ്രയ്ക്ക് 7 മക്കളുണ്ടായിരുന്ന പറഞ്ഞു, 7 പുത്രന്മാരാണ്. അവരെല്ലാവരും വിശുദ്ധരും ഏറ്റവും സ്വാധീന ശക്തിയുള്ളവരായിരുന്നു. എല്ലാവരും ഇതൊക്കെ ഭഗവാന്റെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന എന്താ പറയാ അസോസിയേറ്റ്സ് ആണ്. അതായത് അധനക ഭക്തന്മാരാണ് ഇങ്ങനെ ലീലയുടെ ഭാഗമായിട്ട് അവതരിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വളരെ സ്പെഷ്യൽ ആൾക്കാരാണ്. വളരെയധികം പണ്ഡിതന്മാരും തേജസ്വികളും ആത്മീയശക്തി നിറഞ്ഞവരൊക്കെ ആയിരുന്നു. അവരുടെ നാമങ്ങൾ ഇപ്രകാരമാണ്: കംസാരി, പരമാനന്ദൻ, പത്മനാഭൻ, സർവേശ്വരൻ, ജഗന്നാഥൻ, ജനാർദ്ദനൻ, ത്രൈലോക്യനാഥൻ. 5ാമത്തെ പുത്രനെ ജഗന്നാഥൻ നദിയയിൽ ഗംഗാജലത്തിൽ വസിച്ചു. അതായത് ഈ മഹാപണ്ഡിതനായിരുന്നു ജഗന്നാഥ മിശ്ര. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായിരുന്നു. അന്ന് കാലഘട്ടത്ത് ഭാരതത്തില് ഈ വൈദിക വിജ്ഞാനത്തിന്റെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നത്, ഹയർ സ്റ്റഡീസിനൊക്കെ നമ്മൾ പോകുന്ന പോലെ വേദാന്തത്തിന്റെയും വേദങ്ങളുടെയും ഒക്കെ ഹയർ സ്റ്റഡീസിന് പോകുന്ന സ്ഥലങ്ങളായിരുന്നു കശ്മീർ, കാശി, നവദ്വീപ്. ഈ 3 സ്ഥലങ്ങൾ. ഇവിടെയാണ് ഉപരിപഠനത്തിന് ആൾക്കാർ ധാരാളം പോകുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിരുന്ന പറയപ്പെടുന്നത്. അപ്പൊ നവദ്വീപ് അത്രയും വലിയൊരു ജ്ഞാന കേന്ദ്രമായിരുന്നു, യൂണിവേഴ്സിറ്റി പോലത്തെ സ്ഥലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ. 500-520 വർഷം മുമ്പുള്ള കാര്യമാണ് പറയണം. അന്ന്
ജഗന്നാഥ മിശ്ര ഉപരിപഠനത്തിനായും അദ്ദേഹത്തിന് വന്നു. അദ്ദേഹം ഇവിടെ നവദ്വീപിലെത്തുകയും അവിടെ അദ്ദേഹം എന്താ പറയാ സെറ്റിൽ ആയി. നമ്മളിപ്പോൾ ആൾക്കാരില്ലേ പലപ്പോഴും പോയിട്ട് അമേരിക്കയിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സെറ്റിൽ ആവുന്ന പോലെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ജഗന്നാഥ മിശ്ര അതായത് ഉപേന്ദ്ര മിശ്രയുടെ 5ാമത്തെ പുത്രനായിട്ട് ജഗന്നാഥ മിശ്ര ഇവിടെ ഇങ്ങനെ ഗംഗാതീരത്ത് വന്ന് അദ്ദേഹം താമസമായി. ജഗന്നാഥ മിശ്ര വര പദവി പുരന്ദര നന്ദ വാസുദേവ രൂപ സദ്ഗുണസാഗര. ജഗന്നാഥ മിശ്ര വര 7 പേരിൽ പ്രമുഖനായിരുന്ന ജഗന്നാഥ മിശ്രൻ. പദവി പുരന്ദര വസുദേവന്റെ മറ്റൊരു നാമം, നന്ദ നന്ദഗോപൻ, വസുദേവ കൃഷ്ണന്റെ പിതാവ്, രൂപ പോലെ, സദ്ഗുണ ശ്രേഷ്ഠ ഗുണങ്ങൾ, സാഗര സമുദ്രം വിവർത്തനം. ജഗന്നാഥ മിശ്രയ്ക്ക് പുരന്ദരൻ എന്ന പദവി നൽകപ്പെട്ടു. നന്ദഗോപരെയും വസുദേവരെയും പോലെ ശ്രേഷ്ഠനായിരുന്ന അദ്ദേഹം സദ്ഗണങ്ങളുടെ ഒരു സാഗരമായിരുന്നു. അപ്പൊ സർവഗുണ സമ്പന്നനായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. അതായത് അദ്ദേഹം ആരുടെയൊക്കെ അവതാരമാണ്? നന്ദഗോപരുടെയും വസുദേവർ. അപ്പൊ അതുപോലെ തന്നെ അവരെ പോലെ തന്നെ യശസ്സും കീർത്തിയും സദ്ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഗുണസാഗരം, എല്ലാ ഗുണങ്ങളുടെയും ഒരു ഉറവിടം എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്നത്. അത്രയും വലിയ പണ്ഡിതനായിരുന്നു ജഗന്നാഥ മിശ്ര. അങ്ങനെ നവദ്വീപില് പരിസരങ്ങളിലൊക്കെ അറിയപ്പെടുന്ന മഹാപണ്ഡിതനായിരുന്നു ശ്രീ ജഗന്നാഥ മിശ്ര. തന്റെ പത്നി ശചി നാമ പതിവ്രത സതി ജന്മ പിത നീലാംബര നാമ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി ശചിദേവി പവിത്രയായ സ്ത്രീയായിരുന്നു. ശചിദേവിയുടെ പിതാവിന്റെ നാമം നീലാംബരൻ എന്നും കുടുംബപ്പേര് ചക്രവർത്തി എന്നുമായിരുന്നു. അപ്പോൾ ശചി മാതാവിന്റെ പിതാവിനെ പറ്റി പറഞ്ഞടുത്ത്, അത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അമ്മയായിട്ടുള്ള ശചിദേവി. ശചിദേവി ഞാൻ പറഞ്ഞു നന്ദമഹാറാണിയും അല്ലെ നന്ദ്രാണിയായിട്ടുള്ള യശോദമയ്യയും ദേവികയായിട്ടുള്ള ഒരു സമന്വയ രൂപത്തിലായിരുന്നു വന്നത്. അപ്പം ശചി മാതാവിന്റെ പിതാവായിരുന്നു ഇവരുടെ മഹാപ്രഭുവിന്റെ അച്ഛനും അമ്മയും അവരുടെ കുടുംബത്തിനെ പറ്റി പറയാണ് ഇവിടെ ഡീറ്റെയിൽസ്. അപ്പോ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അമ്മയായിട്ടുള്ള ശചി മാതാവിന്റെ അച്ഛൻ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ജ്യോതിഷിയും സംസ്കൃത പണ്ഡിതനും ഒക്കെ ആയിരുന്നു ഇദ്ദേഹം നീലാംബര. അത് സർനെയിം, അതിന്റെ കുടുംബപ്പേര് ചക്രവർത്തി. ഇന്ന് നമുക്കറിയാം ബംഗാളിലെ ബ്രാഹ്മണ കുടുംബങ്ങളിലുള്ളൊരു കുടുംബപ്പേര് സർനെയിമാണ് ചക്രവർത്തി. അപ്പോ ഇതിന്റെ പേരെന്തായിരുന്നു? നീലാംബര ചക്രവർത്തി. അത് അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ. മഹാപ്രഭു അവതരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജാതകം എഴുതി അതിനെ പറ്റി വിശകലനം ചെയ്യുകയും ചെയ്ത ആളാണ് അദ്ദേഹം. ഈ കുട്ടി സാധാരണ കുട്ടിയല്ല, ശരിക്കും വിഷ്ണു തന്നെയാണെന്നുള്ളത് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു. ചില ഭക്തിസിദ്ധാന്ത സരസ്വതി ടാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു, നീലാംബര ചക്രവർത്തി മുമ്പ് ഗർഗമുനി ആയിരുന്നുവെന്ന് ഗണോദ്ദേശ ദീപികയിൽ പറയുന്നു. നീലാംബര ചക്രവർത്തിയുടെയും കുടുംബത്തിലെ ചില പിൻഗാമികൾ ഇപ്പോഴും ബംഗ്ലാദേശിലെ ഫരീദ്പൂർ ജില്ലയിലെ മഗ്ഡോബ ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനന്തരവൻ മാമു ടാക്കൂർ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന ജഗന്നാഥ ചക്രവർത്തി പണ്ഡിത ഗോസ്വാമിയുടെ ശിഷ്യനായിരുന്നു ആയിത്തീരുകയും തോട്ടാ ഗോപിനാഥിന്റെ ക്ഷേത്രപുരോഹിതനായി ജഗന്നാഥപുരിയിൽ താമസിക്കുകയും ചെയ്തു. നീലാംബര ചക്രവർത്തി നവദ്വീപിൽ ബേൽപക്കൂറിന് സമീപമാണ് താമസിച്ചിരുന്നത്. പ്രേമവിലാസം എന്ന ഗ്രന്ഥത്തിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു കാസിയുടെ ഗൃഹത്തിന് സമീപം വസിച്ചതിനാൽ കാസിയും ഭഗവാന്റെ മാതുലന്മാരിൽ ഒരുവനായി പരിഗണിക്കപ്പെട്ടിരുന്നു. കാസി നീലാംബര ചക്രവർത്തിയെ കാക്ക അഥവാ അമ്മാവൻ എന്ന് വിളിക്കുക പതിവായിരുന്നു. കാസിയുടെ വസതി വാമൻ പൊക്കൂറിലായിരുന്നില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം കാസിയുടെ സമാധിസ്ഥലം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. മുമ്പ് ഈ സ്ഥലം ബേൽപുക്കരിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് വാമനപൂർ പൊക്കൂർ എന്ന് വിളിക്കപ്പെടുന്നു. പുരാവസ്തുപരമായ തെളിവ് കൊണ്ട് ഇത് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇതിൽ പറയുന്നത് ശൈനമഹാപ്രഭുവിന്റെ മുത്തശ്ശൻ അല്ലെ, അമ്മയുടെ അച്ഛനെ പറ്റിയും അദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്ന സ്ഥലവും അദ്ദേഹത്തിന്റെ ബന്ധു നമ്മൾ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മാമു ടാക്കൂർ അല്ലെ. മാമു ടാക്കൂർ എന്ന് പറഞ്ഞത് ഈ ജഗന്നാഥ മിശ്രയുടെ സഹോദരന്റെ മകനാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പം ശ്രീ ചൈതന്യ ഒരു അങ്കിൾ അല്ലെ, അമ്മാവനോ അല്ലെങ്കിൽ വല്യച്ഛനോ ഒക്കെ ആയിട്ട് വരും. അപ്പം മാമു, അമ്മാവൻ എന്ന് പറയുന്നില്ല, മാമു ടാക്കൂർ എന്നാണ് അറിയപ്പെടുന്നത്. അത് മാമു എന്ന് വെച്ചാൽ അമ്മാവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ മഹാപ്രഭു മാമു എന്ന് വിളിക്കുന്നുണ്ട്, എല്ലാവരും മാമു എന്ന് വിളിച്ചത്. യഥാർത്ഥ പേര് ജഗന്നാഥ ടാക്കൂർ എന്നായിരുന്നു, ജഗന്നാഥ ചക്രവർത്തി ആയിരുന്നു പേര്. അപ്പൊ അദ്ദേഹം പിന്നീട് അതായത് മഹാപ്രഭുവിന്റെ കാലത്തിന് ശേഷം അദ്ദേഹം തോട്ടാ ഗോപിനാഥന്റെ ക്ഷേത്രത്തിൽപ്പെട്ട് അവിടുത്തെ പൂജാരിയായിട്ടൊക്കെ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നീലാംബര ചക്രവർത്തി അതായത് മഹാപ്രഭുവിന്റെ മുത്തശ്ശൻ, അദ്ദേഹം താമസിച്ചിരുന്നത് ബേൽപുക്കർ. നമ്മളിപ്പോഴും നവദ്വീപ് മണ്ഡല പരിക്രമണത്തിൽ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളെ കാണാൻ പറ്റും.
അദ്ദേഹം വർഷിപ്പ് ചെയ്തിരുന്ന ഒരു കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ, വിഗ്രഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. എത്രയോ വർഷം പഴക്കമുള്ള വിഗ്രഹം നമുക്കവിടെ കാണാൻ പറ്റും ബേൽപുക്കൂറിൽ. ബേൽപുക്കൂർ എന്ന സ്ഥലമാണ്. ഈ നവദ്വീപിലുള്ള സ്ഥലങ്ങളിലാണിത്. പരിക്രമത്തിന് മുമ്പ് കാണാൻ പറ്റും. അതിന്റെ ഏകദേശം അടുത്തായിട്ടാണ് ഈ ചാന്ദ് കാസി എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിം നവാബ് ജീവിച്ചിരുന്നത് അതിന്റെ അടുത്തായിട്ടാണ്. ഇദ്ദേഹത്തിന് പറയപ്പെടുന്നുണ്ട് മഹാപ്രഭുവിന്റെ മുത്തശ്ശനാണ് എടുത്ത് വളർത്തിയതെന്നും കുഞ്ഞിനെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒരു പിതൃതുല്യമായിട്ടുള്ള ഒരു വാത്സല്യമായിരുന്നു ഈ ചാന്ദ് കാസിക്ക് ശ്രീ ജഗന്നാഥ മിശ്രയോട്. ഈ ചൈതന്യ മഹാപ്രഭു ആദ്യമായിട്ട് നഗരസങ്കീർത്തനം ശിവാസങ്കടത്തിൽ നിന്ന് പുറത്തായിട്ട് തുടങ്ങാൻ കാരണം തന്നെ ഈ ചാന്ദ് കാസിയാണ്. ചാന്ദ് കാസിയുടെ അവതാരം ഇവിടെ കംസന്റെ ഒരു അവതാരമായിട്ട് പുനർജന്മമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഗൗരഗണേശ ജീവിതനെ പറയുന്നുണ്ട്. ഇവിടെ ഭഗവാന്റെ അമോന സ്ഥാനത്താണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കാക്ക എന്നാണ് വിളിച്ചിരുന്നത്, അല്ലെ ചെറിയച്ഛൻ, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പേരിലാണ് വിളിച്ചിരുന്നത് ജഗന്നാഥ മിശ്രയെ. ജഗന്നാഥ മിശ്രയല്ല, നീലാംബർ ചക്രവർത്തി ഠാക്കൂറിന് അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഇദ്ദേഹം അമ്മാവന്റെ സ്ഥാനത്താണ്, ശശി മാധവന്റെ സഹോദര സ്ഥാനത്താണ്. അപ്പോൾ ഇദ്ദേഹം മഹാപ്രഭു ആദ്യ കാലങ്ങളിലൊക്കെ നാമസങ്കീർത്തനം ചെയ്യാൻ വളരെ രഹസ്യമായിട്ടായിരുന്നു. ശ്രീവാസ് അങ്കൺ എന്ന് പറയും, അല്ലെ ശ്രീവാസ് ഠാക്കൂറിന്റെ ഭവനത്തിൽ വളരെ രഹസ്യമായിട്ടാണ് അദ്ദേഹം നാമസങ്കീർത്തനം, വെളുക്കോളം നാമസങ്കീർത്തനം ചെയ്ത് പാടി അവിടെ ആനന്ദിക്കുമായിരുന്നു. അവിടെ ഈ അസുഖാലികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരും അവിടെ പ്രവേശനമില്ല. അങ്ങനെ ആരെങ്കിലും ഒളിച്ച് കടന്നു കഴിഞ്ഞാൽ മഹാപ്രഭു അറിയാൻ പറ്റും. അന്നേരം മഹാപ്രഭു നിർത്തും. മഹാപ്രഭു നാമസങ്കീർത്തനം മഹാഭാവങ്ങളിലേക്ക് പോവാറുണ്ട്. ആനന്ദത്തിന്റെ ഒരു ആത്മീയാനന്ദത്തിന്റെ അത്യുന്നതമായിട്ടുള്ള നിലകളിലേക്ക് അദ്ദേഹം പോകുന്ന സമയങ്ങളിൽ അസുഖാലികളുടെ അതിന് ആ ഒരു യശസ് കിട്ടില്ല, ആ ഒരു ഉന്നത അവസ്ഥ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അവിടെ ആരെയും പ്രവേശിക്കാറില്ല. അങ്ങനെ അസുഖാലികളോ അല്ലെങ്കിൽ സംസാരികളോ ഒന്നും അവിടെ പ്രവേശിപ്പിക്കാറില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം നാമസങ്കീർത്തനം ഇപ്പൊ പല ആൾക്കാരും, ഈ മഹാപ്രഭു അന്ന് തന്നെ പല ആൾക്കാർക്കും ഒക്കെ ജാതി മതവും നോക്കാതെ എല്ലാവർക്കും ഹരനാമം കൊടുക്കുകയും ഭഗവാന്റെ ഭക്തി വിതരണം ചെയ്യാൻ അദ്ദേഹം വന്നതിനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിനൊന്നും ബാധകമല്ല, അദ്ദേഹം കൊടുത്തു തുടങ്ങി. അത് 520 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കണം. ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മറ്റു ആൾക്കാർക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, മറ്റുള്ള സോക്കാൾഡ് ബ്രാഹ്മണർക്കൊക്കെ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ, ചിന്തിക്കാന്നുള്ളേ ഉള്ളൂ. അപ്പോ ഈ സമയത്ത് പലരും ഈ ചാന്ദ് കാസിയാണ് അവിടെ നവാബായിട്ട് ഭരിക്കുന്നത്. ചാന്ദ് കാസി അടുത്ത് ആരോ ഇങ്ങനെ കുറെ ആൾക്കാർ ചെന്ന് ഇങ്ങനെ പരാതി പറയും, ഇങ്ങനെ എന്താ പറയാ, നിമായി പണ്ഡിറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. നിമായി പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു, അതിന് മുമ്പ് അറിയപ്പെടുന്ന നിമായി പണ്ഡിറ്റനാണ്. വളരെ കുഞ്ഞുനാൾ തന്നെ പണ്ഡിതനായതുകൊണ്ട് നിമായി എന്നുള്ള പേരിൽ ആദ്യം അറിയപ്പെട്ടിരുന്നത്. ശ്രീകൃഷ്ണ ചൈതന്യം എന്നുള്ളത് അദ്ദേഹത്തിന് സന്യാസം കിട്ടിയ ശേഷമുള്ള പേരാണ്. അപ്പൊ നിമായി പണ്ഡിറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുകയും അങ്ങനെ നാമസങ്കീർത്തനം നടന്ന സമയത്ത് അത് മൃദംഗവും കർത്താളൊക്കെ മൃദംഗം തല്ലി പൊട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ, ഈ ചാന്ദ് കാസിയുടെ ആൾക്കാര്. ആ സ്ഥലം ഇപ്പോഴും നമുക്ക് കാണാം. ഖോൽ ഭാങ്കൻ ഡാങ്ക എന്ന സ്ഥലം ഇപ്പോഴും നമ്മൾ പരിക്രമം പോകുമ്പോൾ കാണാൻ പറ്റും. ഖോൽ ഭാങ്കൻ ഡാങ്ക, ഖോൽ എന്ന് വെച്ചാൽ മൃദംഗം, നമ്മുടെ ബംഗാളി മൃദംഗത്തിന്റെ പേരാണ് ഖോൽ എന്ന് പറയുന്നത്, ഖോൽ. അപ്പൊ ഖോൽ ഭങ്കൻ എന്ന് വെച്ചാൽ ഖോൽ പൊട്ടിച്ച സ്ഥലം, ഭങ്കൻ ഡാങ്ക, ആ ഖോൽ നമ്മുടെ മൃദംഗം പൊട്ടിച്ച സ്ഥലം എന്നൊരു സ്ഥലം ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ സ്ഥലത്ത് വെച്ച് മൃദംഗം പൊട്ടിച്ചു. അങ്ങനെ മഹാപ്രഭു ഇത് അറിയുന്നുണ്ട്. മഹാപ്രഭു കൊടുങ്കാറ്റ് പോലെ അവിടെ നിന്ന് ഒരു മഹാപ്രഭു നിന്ന് പുറപ്പെടാം. അപ്പോ മഹാപ്രഭുവിന്റെ പിന്നിലായിട്ട് ഈ തേനീച്ചക്കൂട്ടം പോലെ ആശ്രിതർ ഇങ്ങനെ ഭഗവാന്റെ എന്താ പറയാ അനുയായികൾ ഇങ്ങനെ ഒരു വൻ ജനാവലി ഇങ്ങനെ ചാന്ദ് കാസിയുടെ കൊട്ടാരം നോക്കി പൊക്കോണ്ടിരിക്കുകയാണ്. ഇതറിഞ്ഞ ചാന്ദ് കാസി വളരെ ഭയപ്പെടുകയും അങ്ങനെ വലിയ ചർച്ചയാണ്. ഇതിൽ തന്നെ വരുന്ന ചരിതാമത്തിൽ വളരെ വിശദമായിട്ട് പറയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട് അതിനെപ്പറ്റി. വളരെ ഭയപ്പെടുകയും ഒളിച്ചിരിക്കുകയും ചെയ്തു എന്നൊക്കെ പറയണ്ട. അതിനുശേഷം അദ്ദേഹം കാക്ക എന്ന് വിളിക്കുന്നു. ആദ്യം കാണുമ്പോൾ തന്നെ കാക്ക എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യും. അപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ താൻ എത്രയധികം ജീവിതത്തിൽ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നീലാംബർ ചക്രവർത്തിയുടെ കൊച്ചുമകനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബന്ധം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വിളിച്ചു. പിന്നെ സംസാരിക്കും. മഹാപ്രഭുവും ഈ ചാന്ദ് കാസിയുടെ ഒരുപാട് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ പറ്റിയും ഒക്കെ ഒരുപാട് സംസാരിക്കും. അങ്ങനെ ചാന്ദ് കാസിയെ ഭഗവാൻ കൺവിൻസ് ചെയ്യും, പറഞ്ഞ് മനസ്സിലാക്കും എന്തൊക്കെയാണ് സത്യാവസ്ഥകൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അന്നു മുതൽ അദ്ദേഹം ഒരു രാജകീയ ചിഹ്നം കൊടുക്കും. നമ്മൾ സങ്കീർത്തനം ചെയ്ത് പോകുമ്പോൾ, നമ്മൾ നഗരസങ്കീർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്ലക്കാർഡ്സ് പോലെ കൊണ്ടുപോകാറില്ലേ, ഈ തിലകളുള്ള ഒരു കൊടികളുടെ സാധനം, അത് ചാന്ദ് കാസിയുടെ ചിഹ്നമാണ്. ആ ചാന്ദ് കാസിയുടെ ചിഹ്നം കൊടുത്തേക്കും. അപ്പൊ അതിനുശേഷം എത്ര സാമൂഹ്യ കലാപങ്ങൾ ഉണ്ടായ സമയത്ത് പോലും നാമസങ്കീർത്തനത്തിന് ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല എന്ന് ചാന്ദ് കാസി ഒരു ഉത്തരവ് കൊടുക്കും, ഉറപ്പും കൊടുക്കും മഹാപ്രഭുവിന്. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു
ഒരു എന്താ പറയുക കൊടി പോലത്തെ സാധനം നമ്മൾ പിടിച്ചു പോകുന്നത്, പ്ലക്കാർഡ് പോലത്തെ സാധനം നമ്മൾ ഈ നഗരസഭയിൽ പിടിച്ചു പോകുന്നത് അതിന്റെ ഓർമ്മക്കേട്ടാണ്. അപ്പൊ ആ വർഗീയ കലാപങ്ങളുടെ സമയങ്ങളിൽ പോലും അവിടെ നാമസങ്കീർത്തനം ഒരു തടസ്സമില്ല നടത്താൻ പറ്റിയിട്ടുണ്ട്. അത് ഈ ചാന്ദ് കാസിയുടെ ഒരു വലിയ വിസ്തരിച്ച് പറയേണ്ട ഒരു ലീലയാണ്. ഇപ്പൊ വിസ്തരിക്കേണ്ട അത് പിന്നെ വരുമ്പോ നമുക്ക് വിസ്തരിക്കാം ആ ഘട്ടം എത്തുമ്പോ. അടുത്തത് രാധാദേശേ ജന്മില ഠാക്കൂറ നിത്യാനന്ദ ഗംഗാദാസ പണ്ഡിത ഗുപ്ത മുരാരി മുകുന്ദ. ബംഗാളിലെ രാഢദേശത്ത്, അത് ഗംഗാനദി ഇല്ലാത്ത ഭാഗം, നിത്യാനന്ദ പ്രഭുവും ഗംഗാദാസ പണ്ഡിതനും മുരാരി ഗുപ്തനും മുകുന്ദനും ജന്മമെടുത്തു. ഭാവാർത്ഥം: ഇവിടെ രാഢദേശം വർദ്ധമാൻ നഗരത്തിന് സമീപത്തുള്ള ബീർഖും ജില്ലയിലെ ഏകചക്ര എന്ന ഗ്രാമത്തെ പരാമർശിക്കുന്നു. വർദ്ധമാൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ കിഴക്കൻ റെയിൽവേയുടെ ലൂപ്പ് ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ശാഖാപാതയുണ്ട്. അവിടെ മല്ലാപുരം എന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് 8 മൈൽ കിഴക്കായി ഏകചക്ര ഗ്രാമം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. വീരചന്ദ്രപുരം, വീരഭദ്രപുരം എന്നീ ഗ്രാമങ്ങളും ഏകചക്ര ഗ്രാമപരിധിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീരഭദ്ര ഗോസ്വാമിയോടുള്ള ബഹുമാനാർത്ഥം ഈ സ്ഥലങ്ങൾ വീരചന്ദ്രപുരം എന്നും വീരഭദ്രപുരം എന്നും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ബംഗാളി വർഷം 1331 AD 1924 ഏകചക്ര ഗ്രാമത്തിലെ ക്ഷേത്രത്തിന് ഇടിമിന്നലേറ്റു. അതിനാൽ ഈ ക്ഷേത്രം എപ്പോൾ പൊട്ടിപ്പിളർന്ന അവസ്ഥയിലാണ്. അതിനു മുമ്പ് ഈ പ്രദേശത്ത് അത്തരം ഒരപകടം സംഭവിച്ചിരുന്നില്ല. ഈ ക്ഷേത്രത്തിനുള്ളിൽ നിത്യാനന്ദ പ്രഭുവിനെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ശ്രീകൃഷ്ണ വിഗ്രഹമുണ്ട്. ബംഗിമറായൻ അഥവാ ബംഗാരായൻ എന്നാണ് ഈ മൂർത്തിയുടെ നാമം. ബംഗിമറായന്റെ വലതുവശത്ത് ജാനവാദേവിയുടെയും ഇടതുവശത്ത് ശ്രീമതി രാധാറാണിയുടെ വിഗ്രഹങ്ങളുണ്ട്. നിത്യാനന്ദ പ്രഭു ബംഗിരായ മൂർത്തിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ജാനവമാതാവിന്റെ വിഗ്രഹം പിന്നീട് ബംഗിമറായന്റെ വലതുവശത്ത് സ്ഥാപിച്ചതെന്നും ഈ ക്ഷേത്രത്തിലെ പുരോഹിതൻ വിവരിക്കുന്നു. പിന്നീട് ക്ഷേത്രത്തിൽ അനേകം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു. ക്ഷേത്രത്തിലെ മറ്റൊരു സിംഹാസനത്തിൽ മുരളീധരന്റെയും രാധാമാധവന്റെ വിഗ്രഹങ്ങളാണ്. മറ്റൊരു സിംഹാസനത്തിൽ മനോമോഹനന്റെയും വൃന്ദാവനചന്ദ്രന്റെയും ഗോർനത്തായിയുടെയും വിഗ്രഹങ്ങളുമുണ്ട്. പക്ഷേ നിത്യാനന്ദ പ്രഭുവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആദ്യ മൂർത്തി ബംഗിമറായാണ്. അദ്ദേഹം ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്ത് യമുന എന്ന് വിളിക്കപ്പെടുന്ന ഒരു നദിയുടെ തീരത്ത് കദംബഖണ്ഡി എന്നറിയപ്പെടുന്ന ഒരു കടവുണ്ട്. ബംഗിമറായന്റെ വിഗ്രഹം ജലത്തിൽ കിടക്കുകയായിരുന്നെന്നും ഭഗവാൻ നിത്യാനന്ദ പ്രഭു എടുത്ത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് അരമൈൽ പടിഞ്ഞാറ് മാറി വീരചന്ദ്രപുര ഗ്രാമത്തിൽ ഭണ്ഡാപുരം എന്ന സ്ഥലത്ത് വേപ്പമരത്തിന്റെ ചുവട്ടിൽ ശ്രീമതി രാധാറാണിയുടെ വിഗ്രഹം കണ്ടുകിട്ടി. ഇക്കാരണത്താൽ ബംഗിമറായന്റെ രാധാറാണി ഭട്ടാപുരേര ഠാക്കൂറാണി എന്നറിയപ്പെടുന്നു. ബംഗിമറായന്റെ വലതുവശത്ത് മറ്റൊരു സിംഹാസനത്തിൽ യോഗമായയുടെ ഒരു വിഗ്രഹമുണ്ട്. ഇപ്പോൾ ക്ഷേത്രവും ഇടനാഴിയും ഒരു ഉയർന്ന അസ്ഥിവാരത്തിന്മേലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ കോൺക്രീറ്റ് തീർത്ത കീർത്തനശാലയുമുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്കുവശത്തായി ഭണ്ഡീശ്വര എന്ന പേരിൽ ശിവമൂർത്തി ഉണ്ടായിരുന്നെന്നും നിത്യാനന്ദപുരന്റെ പിതാവ് ഖടായി പണ്ഡിതൻ ഈ മൂർത്തിക്ക് പതിവായി പൂജ ചെയ്യുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആ ഭണ്ഡീശ്വര വിഗ്രഹം കാണാതായിരിക്കുന്നു. ആ സ്ഥാനത്ത് ജഗന്നാഥസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ നിത്യാനന്ദ പ്രഭു വാസ്തവത്തിൽ ഒരു ക്ഷേത്രം പണിയഴിച്ചിരുന്നില്ല. വീരഭദ്ര പ്രഭുവിന്റെ കാലത്താണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ബംഗാളി വർഷം 1298 AD 1891 ശിവാനന്ദ സ്വാമി എന്ന പേരായ ഒരു ബ്രഹ്മചാരി ജീർണത ബാധിച്ചിരുന്ന ഈ ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയുണ്ടായി. ഈ ക്ഷേത്രത്തിൽ 17 ഇടങ്ങഴി, ഏകദേശം 34 റാത്തൽ അരിയുടെ ആവശ്യമായ പച്ചക്കറികളുടെ വിഭവങ്ങൾ മൂർത്തിക്ക് സമർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളുണ്ട്. ഇപ്പോഴത്തെ പൗരോഹിത്യ ക്രമത്തിന് നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖകളിലൊന്നായ ഗോപിജനവല്ലഭ കുടുംബക്കാർക്കാണ് അവകാശം. ക്ഷേത്രത്തിന്റെ പേരിൽ കുറെ ഭൂമിയുണ്ട്. ഇതിൽ നിന്നുള്ള വരുമാനം നടപ്പിനുള്ള ചെലവുകൾക്കായി വിനിയോഗിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഭരണം മാറി മാറി നിർവഹിക്കാൻ പുരോഹിതരായ ഗോസ്വാമിമാരുടെ 3 സംഘങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഏതാനും അടികൾ അകലെ വിശ്രാമത്തലം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കാണാം. നിത്യാനന്ദ പ്രഭു കുട്ടിക്കാലത്ത് ബാല്യകാല സുഹൃത്തുക്കളുമൊത്ത് വൃന്ദാവനത്തിലെ രാസലീലയും അതുപോലുള്ള മറ്റ് പല ലീലകളും ആസ്വദിച്ചിരുന്നത് ഇവിടെയായിരുന്നു അത്രേ. ക്ഷേത്രത്തിന് സമീപത്തായി ആമലി തലം അല്ലെങ്കിൽ ഇംലി തലം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വലിയൊരു വാളൻപുളി മരം ഉള്ളത് കൊണ്ടാണ് ആ സ്ഥലത്തിന് അങ്ങനെ പേര് കിട്ടിയത്. നേടാതി സമ്പ്രദായം എന്നറിയപ്പെടുന്ന ഒരു വിഭാഗക്കാരുടെ അഭിപ്രായം അനുസരിച്ച് വീരഭദ്രപ്രഭു 1200 നേടാകളുടെ ബൗദ്ധ സന്യാസികൾ സഹായത്തോടെ ശ്വേതഗംഗ എന്ന പേര് വലിയൊരു തടാകം കുഴിച്ചു. ക്ഷേത്രത്തിന് വെളിയിൽ ഗോസ്വാമിമാരുടെ സമാധികൾ കാണാം. മോഡേശ്വര എന്നൊരു ചെറിയ നദിയും ഇവിടെയുണ്ട്. ഇതിലെ ജലം യമുന ജലം എന്ന് വിളിക്കപ്പെടുന്നു. ഈ നദിയിൽ നിന്ന് 1/2 മൈലിനുള്ളിലാണ് നിത്യാനന്ദ പ്രഭുവിന്റെ ജന്മസ്ഥലം. ക്ഷേത്രത്തിന് മുന്നിൽ വലിയൊരു കീർത്തനശാല ഉണ്ടായിരുന്നെങ്കിലും പിൽക്കാലത്ത് അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അതിപ്പോൾ ആൽമരങ്ങൾ വളർന്നു നിറഞ്ഞിരിക്കുന്നു. പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിൽ ഇപ്പോൾ ഗൗരനിത്യാനന്ദ വിഗ്രഹങ്ങൾ നിലനിൽക്കുന്നു. ദിവംഗതനായ പ്രസന്നകുമാര താരഫർമാവാണ് ക്ഷേത്രം നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് ബംഗാളി വർഷം 1323 AD 1916 വൈശാഖ മാസത്തിൽ
ഏപ്രിൽ മെയ് ഇവിടെ ഒരു ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. നിത്യാനന്ദ പ്രഭു ആവിർഭവിച്ച സ്ഥലം ഗർഭവാസം എന്ന് വിളിക്കപ്പെടുന്നു. അവിടെ ക്ഷേത്രത്തിലെ ആരാധന തുടരുന്നതിന് 43ഓളം ബിഘ 14 ഏക്കർ ഭൂമി അനുവദിച്ചിട്ടുണ്ട്. ദിനാചപുര മഹാരാജാവ് ഇതിലേക്ക് 20 ബിഘ ഭൂമി 6.5 ഏക്കറോളം സംഭാവന നൽകി. ഗർഭവാസം എന്നറിയപ്പെടുന്ന സ്ഥലത്തിനടുത്ത് ഹടായി പണ്ഡിതൻ ഒരു പ്രാഥമിക വിദ്യാലയം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഈ സ്ഥലത്തെ പുരോഹിതന്മാരുടെ വംശാവലി പട്ടിക താഴെ കൊടുക്കുന്നു. ശ്രീ രാഘവേന്ദ്രൻ, ജഗന്നാഥദാസൻ, കൃഷ്ണദാസൻ, നിത്യാനന്ദദാസൻ, രാമദാസൻ, ബ്രജമോഹനദാസൻ, കാനായിദാസൻ, ഗൗരദാസൻ, ശിവാനന്ദദാസൻ, ഹരിദാസൻ. വൃന്ദാവനത്തിലെ ചിടിയ കുഞ്ചത്തിലായിരുന്നു കൃഷ്ണദാസൻ. കൃഷ്ണ ജന്മാഷ്ടമിക്കായിരുന്നു അദ്ദേഹത്തിന്റെ തിരുവിധാനം. ചിടിയ കുഞ്ചം ഇപ്പോൾ വൃന്ദാവനത്തിലെ ശൃംഗാരഘട്ടയിലെ ഗോസ്വാമിമാരുടെ നിയന്ത്രണത്തിലാണ്. ശ്രീ കൃഷ്ണദാസനുമായുള്ള അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരും നിത്യാനന്ദ കുടുംബത്തിൽ പെട്ടവരെന്ന് അറിയപ്പെടുന്നു. ഗർഭവാസത്തിനടുത്ത് നിത്യാനന്ദ പ്രഭു കുട്ടിക്കാലത്ത് സുഹൃത്തുക്കളായ ബാലകന്മാരുമൊത്ത് ഛാല ചപേട എന്ന കളിയിൽ ഏർപ്പെട്ടിരുന്നു. ബഹുളതലം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമുണ്ട്. അവിടെ എല്ലാ ശാഖകളും ഉപശാഖകളും സർപ്പങ്ങളുടെ പണങ്ങൾ പോലെ തോന്നിച്ചിരുന്ന വിചിത്രമായ ഒരു ബഹുള വൃക്ഷമുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ, ഞാനിത് വായിച്ചു പോവാണ്. ഇത് വലിയ നീളത്തിലുള്ള ഒരു പുറപ്പെട്ടാണ്. ഇത് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ആ സ്ഥലങ്ങളുടെ ഇന്നത്തെ പണ്ടുണ്ടായ സ്ഥലങ്ങൾ ഇപ്പോഴത്തെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി വിവരിക്കുന്ന ഒരു വ്യാഖ്യാനങ്ങളാണ്. ഇത് നമ്മൾ കേട്ട് പോയാൽ മതി. ഞാൻ വായിച്ച് മാക്സിമം വായിക്കാൻ നോക്കും. പിന്നീട് നിത്യാനന്ദപുരന്റെ കളിക്കൂട്ടുകാർ അതിൽ താഴത്തടി ശിഖരങ്ങളിൽ മറ്റേ താഴത്തടിയിലെ ശിഖരങ്ങളിലേക്ക് ചാടുന്നത് അസൗകര്യമായതിനാൽ നിത്യാനന്ദപുരം തന്റെ കാരണത്താൽ 2 താഴത്തടികളെയും ലയിപ്പിച്ച് ഒന്നാക്കിയതെന്നും പറയപ്പെടുന്നു. അടുത്തുള്ള സ്ഥലം ഹാണ്ടുഗഡ ആണ്. നിത്യാനന്ദ പ്രഭു എല്ലാ വിശുദ്ധ സ്ഥലങ്ങളെയും അവിടേക്ക് കൊണ്ടുവന്നായി പറയപ്പെടുന്നു. അതുകൊണ്ട് ചുറ്റിനുമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോകുന്നതിന് പകരം അവിടേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷേ നിത്യാനന്ദ പ്രഭു അവിലും തൈരും ചേർത്ത പ്രസാദം വിതരണം ചെയ്ത ദതിച്ചിട ഉത്സവം പതിവായി അവിടെ വെച്ച് നടത്തിയതിനാലാണ് ആ സ്ഥലത്തിന് ഹാഡുഗണ്ട എന്ന പേര് വന്നത്. അവിടെ നിന്ന് ആ പ്രസാദം മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഭുജിക്കുമായിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ സ്ഥലത്തുള്ള പവിത്രമായ ഒരു ജലാശയം വർഷം മുഴുവൻ ജലസമൃദ്ധമായിരിക്കും. ഗോഷ്ഠാഷ്ടമിക്കും നിത്യാനന്ദ പ്രഭുവിന്റെ ജന്മദിനത്തിന് അവിടെ 2 വലിയ ഉത്സവങ്ങൾ കൊണ്ടാടാറുണ്ട്. ഹലായുധനും ബലദേവനും വിശ്വരൂപനും സംഘർഷണം നിത്യാനന്ദ അവധൂതന ആവിർഭവിച്ചതായി ഗൗര ഗണേശ ദീപിക വിവരിച്ചിരിക്കുന്നു. हरे कृष्णा माता जी, विश्वनाथ माता जी, हरे कृष्णा माता जी. അത് അവിടെ തീർന്ന മാതാജി, അതിന് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ എന്താ മാതാജി? മാജി ഒന്ന് അടുത്തതൊന്ന് വായിക്കാമോ? ഞാൻ വണ്ടിയിലാണ്, നോക്കട്ടെ. പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ബലദേവനും വിശ്വരൂപനും നിത്യാനന്ദ അവധൂതനായ ആവിർഭവിച്ചതായി ഗൗര ഗണദശ വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പൊ അവിടെ തീർന്നു തീർന്നല്ലേ? ആ ശരി, ഓക്കെ. അടുത്തത് 62ാമത്തെ ശ്ലോകമാണ്. ശരി ശരി, എനിക്കിത് പെട്ടെന്ന് മൊബൈലിലായതുകൊണ്ട് മിസ്സായി. എനിക്കത് ഒരു കണ്ടിന്യൂഷൻ വന്നോണ്ട് പെട്ടെന്ന് അത് തീർന്നു. അതുകൊണ്ടാണ് പിന്നെ പോണില്ല നോക്കിയപ്പോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അവിടെ നമുക്ക് ഇവിടെ നിർത്താം ഇത് വായിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചിത്രങ്ങൾ വായിച്ചാലും കേട്ടെന്ന് വിശ്വസിക്കുന്നു. അതങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അതങ്ങനെ ആ ചരിത്രം ഇപ്പൊ അദ്ദേഹം അവതരിച്ച സ്ഥലങ്ങൾ ഇപ്പൊ എങ്ങനെയാണ്, മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ അവിടെ എന്തൊക്കെ അമ്പലങ്ങളാണ് ഉള്ളത്, അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആണ്. അത് നമുക്ക് കേട്ട് മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് കൃഷ്ണനായിട്ട് വന്നപ്പോൾ അച്ഛനും അമ്മയും തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവിടെ വന്നപ്പോഴേ അവതരിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരനായിട്ട് ബലരാമൻ തന്നെ നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ചു. അവതരിച്ച സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് അന്നേരം പറഞ്ഞത് ഏകചക്ര എന്ന സ്ഥലത്താണ് അദ്ദേഹം അവതരിച്ചത്. അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നിത്യാനന്ദ പ്രഭുവിന്റെ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹം ഹഠായി പണ്ഡിറ്റാണ്. ഹഠായി പണ്ഡിറ്റ് എന്നറിയപ്പെടുന്ന ഹഠായി ഓജ, അത് വിശ്വവൈദ്യനൊക്കെ ആയിരുന്നു എന്ന് പറയണം. അപ്പോൾ ഹഠായി ഓജ എന്നറിയപ്പെടുന്ന ഹഠായി പണ്ഡിറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ആ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതില് എടുത്തു പറയേണ്ടത് നിത്യാനന്ദ ഠാക്കൂറിനെ പറ്റി പറഞ്ഞു. പിന്നെ ഗംഗാദാസ് പണ്ഡിറ്റ്, ഗുപ്ത മുരാരി ഗുപ്ത, മുകുന്ദദത്ത. ഇതില് നമുക്ക് നോക്കാം. ഈ നിത്യാനന്ദ പ്രഭു കഴിഞ്ഞിട്ട് അടുത്തത് ഗംഗാദാസ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് മഹാപ്രഭു വരുന്നതിന് മുമ്പ് അവതരിച്ച ആൾക്കാരാണ്.
ശ്രീ ചൈതന്യ മഹാപ്രഭു മുമ്പ് വന്ന ആൾക്കാരാണ്. നിത്യാനന്ദ പ്രഭു ഇത്രനേരം പറഞ്ഞ ആൾക്കാരൊക്കെ അദ്ദേഹം മഹാപ്രഭു വരുന്നതിന് തൊട്ട് മുമ്പ് വന്ന ആൾക്കാരാണ്. കാരണം അദ്ദേഹത്തിനുള്ള പ്രായം കൂടിയ ആൾക്കാരാണ് അല്ലെ. അച്ഛനും മുത്തശ്ശനും അമ്മയും അമ്മയുടെ അച്ഛനും ഒക്കെ. അതും പറയും പോലെ അദ്ദേഹത്തിന്റെ ഒരു ആദ്യകാലത്തെ ടീച്ചർ ഗുരുവായിരുന്നു ഗംഗാദാസ് പണ്ഡിറ്റ്. ഗംഗാദാസ് പണ്ഡിറ്റ് എന്നറിയപ്പെടുന്ന നവദ്വീപിൽ അറിയപ്പെടുന്ന വ്യാകരണ പണ്ഡിതനായിരുന്നു. മഹാപ്രഭു 12-13 വയസ്സിൽ തന്നെ സകല വ്യാകരണങ്ങളും ഒക്കെ പഠിച്ച് അദ്ദേഹം സ്വന്തമായിട്ട് പണ്ഡിറ്റായി സ്വന്തമായിട്ട് പാഠശാല തുടങ്ങിയിരുന്നു എന്നാ പറയുന്നത്. 10-11 വയസ്സിന് മുമ്പ് തന്നെ. അപ്പൊ അദ്ദേഹത്തിന് ആദ്യകാല ഗുരുവായിരുന്നു അന്നറിയപ്പെടുന്ന വ്യാകരണ പണ്ഡിതനായിട്ടുള്ള ഗംഗാദാസ് പണ്ഡിറ്റ്. മഹാപ്രഭുവിന്റെ ഒരു മഹാപ്രകാശ് ലീല എന്ന് പറഞ്ഞ ലീലയുണ്ട്. 21 മണിക്കൂറോളം ഭഗവാൻ ഒരു ആസനത്തിൽ വിഷ്ണുവിന്റെ ആസനത്തിൽ കയറിയിരുന്ന് വിഷ്ണു ഭഗവാനോട് സ്വയം അവിടെ ലീല കാണിച്ചു കൊടുത്ത 21 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാൻ മഹാഭാവത്തിൽ ഇരുന്ന് സ്വയം മറന്ന് സ്വയം കൃഷ്ണനായിട്ട് ഭഗവാൻ അവിടെ കാണിച്ചു കൊടുക്കുന്ന ഒരു ലീലയുണ്ട്, മഹാപ്രകാശ് ലീല. ഒരുപാട് ആത്മാക്കൾക്ക് എന്താ പറയാ ഭഗവാന്റെ അനുഗ്രഹം സ്പെഷ്യലായിട്ട് കിട്ടിയ ഒരു സാഹചര്യമാണ് മഹാപ്രകാശ് ലീല. ഇതിൽ ഗംഗാദാസ് പണ്ഡിറ്റിന്റെ ഗുരുവാണ്. പക്ഷെ ഇദ്ദേഹം അവതരിക്കുന്ന മുമ്പ് തന്നെ അന്ന് കാലങ്ങളിൽ ഈ മറ്റ് മതസ്പർദ്ധകളും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കാലത്ത് മറ്റ് മതക്കാർ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധിയായിട്ട് കയറുന്ന ഒരു കാലഘട്ടമായിരുന്നു ബ്രാഹ്മണൻ. അന്ന് അപ്പൊ തൊട്ടശുദ്ധിയാക്കി കഴിഞ്ഞാൽ ജാതികൃഷ്ടി വരുന്നൊക്കെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു രാത്രിയിൽ ഇങ്ങനെ ഭയന്ന് കുടുംബമായിട്ട് അവിടുന്ന് ഗംഗ കടന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ബോട്ടൊന്നും കിട്ടില്ല, കലാപം ഉണ്ടായ സമയത്ത്. ഞാൻ പേരൊന്നും എന്തിന്റെ കലാപം എന്നൊക്കെ നമുക്ക് ഊഹിക്കാന്നുള്ളൂ, ഇന്നുള്ള പോലെ തന്നെയാണ് പണ്ടും. അപ്പൊ ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു കലാപം ഊഹിക്കാമല്ലോ നിങ്ങൾക്കല്ല. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കുട്ടികളെയും ഭാര്യ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കടത്ത് വേണം, കടത്തൊന്നും ഇല്ല ആ സമയത്ത് അല്ലെ. കടത്ത് ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. കലാപ സമയത്ത് കിടന്ന് കടത്ത് കിട്ടാം. അപ്പൊ ആ കടത്തിന്റെ സമയത്ത് അദ്ദേഹം അങ്ങനെ ഇനിയിപ്പം രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. മഴയൊക്കെ തുടങ്ങി അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇനി ആരെങ്കിലും അഥവാ നമ്മളെ തൊടും എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തിക്കും. ആ സമയത്താണ് പെട്ടെന്ന് ഒരു കടത്തുകാരൻ വരികയും ഇവരെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവരെ കടത്തി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സംഭവത്തിന് സാക്ഷികളായിട്ട് വേറെ ആരും, ഈ കടത്തുകാരനല്ലാതെ വേറെ ആരും സാക്ഷിയില്ല. ഈ മഹാപ്രകാശ ലീലയിൽ ഭഗവാൻ 21 മണിക്കൂർ ഇങ്ങനെ മഹാഭാവത്തിലിരുന്ന സമയത്ത് ഓരോ ഭക്തന്മാരെയും പേരെടുത്ത് വിളിക്കും. ആദർശ് ഠാക്കൂറിനെയും അങ്ങനെ കുറെ ആൾക്കാരെ ഇങ്ങനെ വിളിക്കും മഹാപ്രകാശ ലീലയിൽ. കുറെ പേർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ലീലയാണ്. അപ്പോൾ അദ്ദേഹം ഗംഗാദാസ് പണ്ഡിറ്റിനെ പേരും വിളിക്കും. അങ്ങനെ ഗംഗാദാസ് പണ്ഡിറ്റിനെ കൊണ്ടുവരും ഇവിടെ. അപ്പോഴാണ് അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്ത് പറയും, ഇങ്ങനെ സമയത്ത് ഇങ്ങനെയാണ് സംഭവിച്ചില്ലേ, ഒരു കടത്തുകാരൻ നിങ്ങളെ കൊണ്ടുപോയില്ല, കടത്തുകാരൻ ഞാനായിരുന്നു പറയുമ്പോൾ അപ്പം ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഈ ഗംഗാദാസ് പണ്ഡിറ്റ് ഞെട്ടിപ്പോവാണ്. കാരണം അദ്ദേഹം സ്വന്തം സ്റ്റുഡന്റ് ആണെന്ന് വിചാരിച്ചിരുന്നത്, പഠിക്കാൻ വ്യാകരണ സ്റ്റുഡന്റ് എന്ന് മാത്രമേ വിചാരിച്ചു. പക്ഷെ സ്വയം ഭഗവാൻ അന്ന് ഞങ്ങളെ രക്ഷിക്കും. കാരണം ഈ സംഭവം വേറെ ആർക്കും അറിയില്ല. അങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോയ കാര്യം വേറെ ആർക്കും രഹസ്യമാണ്. ഈ ഒരു രഹസ്യം അത് ഭഗവാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അപ്പൊ തന്നെ മൂർച്ഛിച്ച് അവിടെ വീഴും, ബോധരഹിതനായിട്ട് വീഴും അവിടെ പെട്ടെന്ന്. ഭഗവാൻ ആ ഒരു ആനന്ദ അതിരേകത്തിൽ ഭഗവാൻ തന്നെ സ്വയം വന്ന് ഞങ്ങളെ രക്ഷിച്ചല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ഇതൊക്കെ വളരെ വിസ്തരിച്ച് പറയേണ്ട ലീലകളാണ്. പക്ഷെ ചുരുക്കി ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മുരാരി ഗുപ്ത എന്ന് പറഞ്ഞാൽ വളരെ ശക്തനായിട്ടുള്ള ഒരു രാമഭക്തനായിരുന്നു. അദ്ദേഹം കൃഷ്ണരൂപം അതിന് അത്ര ഇഷ്ടപ്പെടില്ല. ഈ എന്താ പറയാ കോദണ്ഡപാണിയായിട്ടുള്ള രാമനെ മാത്രമേ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ഭക്തൻ. ഓരോ ഭക്തങ്ങളുടെ ഭാവത്തിലാണല്ലോ. അദ്ദേഹത്തിന് ഗൗരഗണദേശ ദീപിക പറയുന്നത് ഹനുമാന്റെ പുനരവതാരമായിട്ടാ പറയണത്. മഹാപ്രഭു അദ്ദേഹത്തിന് രാമനായിട്ട് ദർശനം കൊടുത്തു എന്നാണ്. അദ്ദേഹം കൃഷ്ണനായിട്ട് കൊടുത്തിട്ട് അദ്ദേഹം അംഗീകരിച്ചില്ല. പിന്നെയാണ് അദ്ദേഹത്തിന് ഭഗവാന്റെ രൂപം രാമനായിട്ട് ഭഗവാനെ ദർശിച്ചത്. ഈ ചൈതന്യ മഹാപ്രഭു കാണിച്ച ശേഷമാണ് അദ്ദേഹം മഹാപ്രഭുവിന്റെ ഫോളോവർ ആയതും. ഈ മുരാരിഗുപ്തയുടെ വീട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ പരിക്രമ പോകുന്ന സമയത്ത് മുരാരിഗുപ്തയുടെ വീട് നമുക്ക് കാണാൻ പറ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ദിവസം തുടങ്ങിയാൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സമയം ഒരു 4-5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. സംശയം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അഡീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയാനുണ്ടെങ്കിൽ കൂടെ ആഡ് ചെയ്യാം നമുക്ക് ഇതിനകത്ത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രഭു താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. വിഗ്രഹങ്ങളും ക്ഷേത്രവും ഏകചക്ര അവിടെയാണോ പ്രഭു? അവിടെ അതെ, ഏകചക്ര അവിടെ ഉണ്ട്. ആ വീടും ജനിച്ച സ്ഥലവും അങ്ങനെയൊക്കെ ഉള്ള ആ സ്ഥലത്തായിരുന്നു പ്രഭു. അവിടെയാണോ ഈ ഡീറ്റെയിൽസ്? അവിടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ ഒരു സ്ഥലം. മഹാപ്രഭുവിന്റെ ഒരു ചെറിയ പേര് പോലെ കാണുന്നില്ല, അത് പിന്നീട് ഉണ്ടാക്കിയ വീടാണ്. പിന്നീട് അദ്ദേഹം ഒരു ബംഗ്ലാവ് പോലെ കുറെ സ്ഥലമായിട്ടുള്ള വിനോദ് ഠാക്കൂർ പിന്നീട് കണ്ടുപിടിക്കുന്ന സ്ഥലങ്ങളാണ്.
അതൊക്കെ ജന്മസ്ഥലമൊക്കെ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ബാബാജി മഹാരാജിനെ കൊണ്ടുപോയി അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ലീലകളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്ന് നമ്മൾ കാണുന്ന യോഗപീഠം എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണ് മഹാപ്രഭു അവതരിച്ചത്. അവിടെ ഒരു കുടില് പോലെ അതിനകത്ത് മഹാപ്രഭുവും മഹാപ്രഭു സോറി നിത്യാനന്ദ പ്രഭുവിന്റെ സ്ഥലമാണ്. അതെ അതെ, അത് ഏകചക്രയാണ്. ഏകചക്രയില്. അതെ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടത്. വായിച്ചില്ല, നമ്മൾ പർപ്പെട്ട് വായിച്ചു പോയി. അല്ല, ഇതില് കുറെ വിഗ്രഹങ്ങള് ബംഗരായൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വിഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അത് നിത്യാനന്ദ പ്രഭു ഉള്ള ഹദായ് പണ്ഡിറ്റിന്റെ വീടൊക്കെ ഉണ്ടല്ലോ, അതിന് അവിടെയുള്ള ഇപ്പൊ ഈ ടെമ്പിൾ സ്ഥലത്തല്ലോ അതൊന്നും. ഈ വ്യക്തോട് അറിയില്ല മാതിരി, ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വായിച്ചുള്ള അറിവുകൂടാ. അതിൽ അതൊക്കെ സ്ഥലത്ത് തന്നെ ആയിരിക്കും. കാരണം പിന്നീട് പിൽക്കാലത്ത് ഗുരു മഹാരാജൊക്കെ ജയപതാക മഹാരാജ് കുറെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചതൊക്കെ കുറെ ഭക്തന്മാർക്ക് അതൊക്കെ റിനോവേറ്റ് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ചൈതന്യ ലീലകൾ നടന്ന പല സ്ഥലങ്ങളും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരു മഹാരാജ് ഇപ്പൊ അതിന് വേണ്ടിയിട്ട് നവദ്വീപ് മണ്ഡലം ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളും ഗൗരലീലയായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങളും ഇസ്കോൺ ഏറ്റെടുക്കാനൊക്കെ ശ്രമം നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നന്ദിയുണ്ട് പ്രഭുജി, വളരെ സന്തോഷം. താങ്ക് യു പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ. ഗൗർ സുന്ദർ ഭഗവാൻ की ജയ. ജയ് ഗുരു പരമാനന്ദ. ഹരേ കൃഷ്ണ. അപ്പം ഞാൻ ലീവ് ആവാണ്. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ഓക്കെ, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.